കഥ അച്ഛനെന്ന സ്വപ്നം ഭാഗം 56. രചന ശാലിനി ഇ. എ. മെയിൻ റോഡിൽ നിന്നും കുറച്ച് ഉള്ളിലേക്കുള്ള വഴിയിലൂടെ കാർത്തിയുടെ കാർ മെല്ലെ നീങ്ങി. ഇരുവശത്തും നിറഞ്ഞു നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകൾ. അതിനുള്ളിലൂടെ കുറച്ചു ദൂരം മുന്നോട്ട് പോയതും ഒരു ചെറിയ വാർപ്പ് വീടിന് മുന്നിൽ ചെന്ന് നിന്നു കാർത്തിയുടെ കാർ. കാർത്തി വീടിന് മുന്നിലേക്ക് ചെന്നതും വീടിൻ്റെ മുൻഡോർ തുറന്ന് ഫിലിപ്പ് പുറത്തേക്ക് വന്നു. അവനെ പൊക്കിയോ? അകത്തുണ്ട് സാർ. കനത്തൊരു മൂളലോടെ കാർത്തി വീടിനുള്ളിലേക്ക് കടന്നു. കൈകൾ പിന്നിലേക്ക് കൂട്ടിക്കെട്ടിക്കൊണ്ട് ഒരാൾ കസേരയിൽ പുറംതിരിഞ്ഞിരിക്കുന്നുണ്ട്. അയാൾക്ക് മുന്നിലേക്ക് നടന്നു ചെന്നുകൊണ്ട് കാർത്തി ഒരു ചെയർ വലിച്ചിട്ടിരുന്നു. നിങ്ങളൊക്കെ ആരാ? എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? പണമാണോ നിങ്ങളുടെ ലക്ഷ്യം? ലക്ഷ്യം എന്തു തന്നെയായാലും നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് വെറും അറിവില്ലായ്മയാണ്. എന്നെ പുറത്തുവിടുന്ന നിമിഷം അതിൻ്റെ ഫലം എന്താണെന്ന് നിങ്ങൾ അറിയും. ശാന്തമായ സ്വരത്തിലാണ് അയാളുടെ സംസാരം. ഞാൻ ചെയ്യുന്നത് അറിവില്ലായ്മ കൊണ്ടാണെന്നും നിന്നെ പുറത്തുവിട്ടാൽ നീ എനിക്കെതിരെ നീങ്ങുന്നത് എങ്ങനെയാണെന്നും അറിഞ്ഞുകൂടാത്ത സ്ഥിതിക്ക് നമുക്ക് പരസ്പരം പറഞ്ഞു മനസ്സിലാക്കാം. എന്തേ? മുന്നിലിരിക്കുന്നയാൾ കാർത്തിയെ രൂക്ഷമായി നോക്കി. എനിക്ക് നിന്നെ അറിയില്ല. ഏതെങ്കിലും തരത്തിൽ ഞാൻ മറ്റൊരാൾക്ക് ദ്രോഹം ചെയ്തതായിട്ടും എനിക്കറിയില്ല. പിന്നെ എന്താണ് നമ്മൾ തമ്മിലുള്ള പ്രശ്നം? നമ്മൾ തമ്മിൽ പരസ്പരം അറിയാത്തതാണ് നമ്മുടെ പ്രശ്നം. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. പറഞ്ഞു വരുമ്പോൾ പതിയെ പതിയെ എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവൊക്കെയുണ്ട് അഡ്വക്കേറ്റ് ശരത് ചന്ദ്രൻ ഇല്ലേ? ഞാൻ വാദിച്ച് ജയിച്ച കേസിൽ എൻ്റെ ഓപ്പോസിറ്റ് കക്ഷികളാണോ താങ്കൾ? എൻ്റെ കേസുകളിലൊന്നും കോടതിയിൽ വന്നിട്ടില്ല എന്ന് ഞാൻ പറയില്ല. വന്ന കേസുകളിലൊന്നും തോൽവി കണ്ടിട്ടില്ല. അത്രയ്ക്കും പ്രഗത്ഭരായ വക്കീലന്മാരാണ് എനിക്കുള്ളതെന്നാണ് അതിനർത്ഥം. പിന്നെന്താ നമ്മൾ തമ്മിലുള്ള പ്രശ്നം? വക്കീൽ ശരത് ചന്ദ്രൻ്റെ മേഘ ഗ്രൂപ്പിൻ്റെ MD പത്മനാഭക്കുറുപ്പിൻ്റെ മകൻ ദേവദത്തിനെ അറിയാമോ? അറിയാം, എൻ്റെ ഫ്രണ്ടാണ്. ഫ്രണ്ടാണല്ലോ. അപ്പോൾ പിന്നെ വക്കീലിൻ്റെ ബുദ്ധിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് എന്തിനാണെന്ന്. കുറച്ചു നേരം ആലോചനയോടെ ഇരുന്നതിന് ശേഷം അവൻ തല വിലങ്ങനെയാട്ടി. വക്കീൽ ബുദ്ധിയിൽ ഒന്നും തെളിഞ്ഞില്ലേ? എങ്കിൽ ഞങ്ങൾ സാധാരണക്കാരുടെ ലെവലിലേക്ക് വരൂ. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ ഞാനൊരു തോൽവിയാണെന്നേ ഞാൻ പറയൂ. അത് പറയുമ്പോൾ പുച്ഛം നിറഞ്ഞിരുന്നു അവൻ്റെ ചുണ്ടുകളിൽ. സത്യമായും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ എന്ന് തന്നെ പറയൂ. എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? ദേവദത്തിൻ്റെ വിവാഹമുറപ്പിച്ചത് നീ അറിഞ്ഞു കാണുമല്ലേ? ശരത്ചന്ദ്രൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയാണ് കാർത്തി ചോദിച്ചത്. അറിഞ്ഞു. അവൻ വിവാഹമുറപ്പിച്ച കുട്ടിയെ തന്നെ കെട്ടുമല്ലേ? അതിന് മറുപടിയില്ല. ശരത്ചന്ദ്രനോടാണ് എൻ്റെ ചോദ്യം. അവന് വിവാഹം ഉറപ്പിച്ചിരിക്കുന്നത് എൻ്റെ ആരെയാണെന്ന് നിനക്കറിയാമോ? ശരത്ചന്ദ്രൻ്റെ മിഴികൾ വിടർന്നു. എൻ്റെ ഉയിരിന് രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. അതിലൊന്നിൻ്റെ പേര് നദി എന്നും മറ്റൊന്നിൻ്റെ പേര് ചിലങ്ക എന്നുമാണ്. രണ്ടിൽ ഒന്നിന് എന്തെങ്കിലും സംഭവിച്ചാൽ കാർത്തിക് മഹാദേവൻ ഒറിജിനൽ മഹാദേവനായി മാറും. സംഹാരതാണ്ഡവം ആടിത്തിമർത്ത് കഴിഞ്ഞ് കാൽ നിലത്ത് വയ്ക്കൂ. നിങ്ങൾ രണ്ടുപേരും പിന്നെ ഈ ഭൂമിയിൽ ശരിക്കും നടക്കില്ല. നിൻ്റെ കൂട്ടുകാരൻ ദത്തിനെ ഞാൻ ഒരിക്കൽ കാണാൻ പോയതാ. അന്നേരം അവൻ പ്ലേറ്റ് തിരിച്ചിട്ടു. ചിലങ്കയെ ഞാൻ പ്രണയിക്കുന്ന കാരണം അവനോട് വിവാഹത്തിൽ നിന്ന് പിന്തിരിയാൻ പറയാനാണ് ഞാൻ ചെന്നത് എന്ന് അവൻ അവൻ്റെ അച്ഛനെയും എൻ്റെ അങ്കിളിനെയും വിളിച്ചു പറഞ്ഞു. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും എൻ്റെ അങ്കിളിന് അത് മനസ്സിലാകുന്നില്ല. അയാൾ ഇപ്പോഴും അവൻ എറിഞ്ഞു കൊടുത്ത വള്ളിയിൽ പിടിച്ചു നിൽക്കുക. നീയാണ് ഈ കല്യാണ നാടകത്തിന് മുന്നിട്ടിറങ്ങിയെന്ന് എനിക്കറിയാം. നീ തന്നെ ഇത് അവസാനിപ്പിക്കുകയും ചെയ്യണം. അതല്ല കല്യാണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെങ്കിൽ ദത്തനൊരിക്കലും അവൻ സ്നേഹിച്ച പെണ്ണിനെ കിട്ടില്ല. കൊന്നുകളയും ഞാൻ. നിങ്ങൾ രണ്ടുപേരും അതിനുള്ള ഫലം അനുഭവിച്ചിരിക്കും. ഫിലിപ്പ് ഇവനെ എവിടുന്നാ പൊക്കിയതെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവിട്. ഇതൊരു സാമ്പിളാണ്. നാളെ വൈകുന്നേരത്തിനുള്ളിൽ ദത്തൻ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറിയെന്ന് അറിയിച്ചില്ലെങ്കിൽ കളി മാറുമെന്ന് ഇവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേക്ക്. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാർത്തി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. നിങ്ങളുടെ എല്ലാ കളികളും ആ പോയവൻ അറിയാം. കളിക്കുന്നതൊക്കെ കൊള്ളാം, എന്നാൽ അത് കളി അറിയുന്നവരുടെ മുന്നിലായിരിക്കരുത്. ശരിക്കും കളി പഠിപ്പിച്ചു തരും. നിങ്ങളുടെ കൂട്ടുകാരനോട് ഇതിൽ നിന്നും പിന്മാറാൻ പറഞ്ഞേക്ക്. അല്ലെങ്കിൽ അയാൾ എന്തിനു വേണ്ടിയാണോ ഈ നാടകം കളിക്കുന്നത് അതൊരിക്കലും നടക്കില്ല. കാമുകിയോടത്ത് ജീവിക്കുവാൻ ദേവദത്തിന് എന്ന് പറഞ്ഞവൻ ജീവനോടെ ഉണ്ടാവില്ലെന്ന് സാരം. നാളെ വൈകുന്നേരം വരെ ചിന്തിക്കാൻ സമയമുണ്ട്. നാളത്തെ രാത്രി പുലർന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നിങ്ങളുടെ വരുതിയിൽ നിൽക്കില്ല. ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം, ഞാൻ കളിക്കുന്നത് കാർത്തിക് മഹാദേവനോടാണ്. അത് പറഞ്ഞുകൊണ്ട് ഫിലിപ്പ്
കൊടുങ്കാറ്റ് പോലെയാണ് ശരത്ചന്ദ്രൻ ദത്തിൻ്റെ മുറിയിലേക്ക് കയറിച്ചെന്നത്. വലിയൊരു ശബ്ദത്തോടെ കസേര വലിച്ചിട്ട് ഇരുന്നും കൊണ്ട് അയാൾ കോപം നിറഞ്ഞ കണ്ണുകളോടെ ദത്തിനെ നോക്കി. എന്താണ് നീ എന്നെ ആദ്യമായി കാണുന്ന പോലെ നോക്കുന്നത്? ഇപ്പോൾ തുടങ്ങി വെച്ച കല്യാണക്കളി നിർത്തിക്കോ, ഇല്ലെങ്കിൽ അത് നിനക്കും എനിക്കും ദോഷം ചെയ്യും. ആരാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് അറിയാതെയാണോ നീ ഇതിന് ഇറങ്ങിപ്പുറപ്പെട്ടത്? കോപം കൊണ്ട് വിറയ്ക്കുന്നവൻ്റെ മുഖത്തേക്ക് നേരിയ പുഞ്ചിരിയോടെ നോക്കിയിരുന്നു ദത്തൻ. ഈ നാടകം തുടങ്ങി വെച്ചത് നീയാണ്. എനിക്കെൻ്റെ പെണ്ണിന് കല്യാണം കഴിച്ച് കൂടെ ജീവിക്കാൻ ഒരു ഹെൽപ്പ് വേണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നീയാണ് എനിക്ക് സിദ്ധാർത്ഥനെ പരിചയപ്പെടുത്തി തന്നത്. സിദ്ധാർത്ഥ പറഞ്ഞതുപോലെ ചെയ്തോളാൻ നീയാണ് എന്നെ ഉപദേശിച്ചത്. എല്ലാത്തിനും ചുക്കാൻ പിടിച്ച് എന്നെ കളത്തിലിറക്കിയിട്ട് ഇപ്പോൾ നീ നിന്ന് വലിയ ന്യായം പറയുന്നു. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഹരം കയറിയിരിക്കുകയാണ്. ബിസിനസ്സിൽ എൻ്റെ ശക്തമായ എതിരാളിയാണ് കാർത്തിക് മഹാദേവൻ. അവനെ ഒരു മൂലയ്ക്കിരുത്താൻ പറ്റിയ ആയുധം മാത്രമാണ് എനിക്ക് ചിലങ്ക. അവളെ എങ്ങനെ കുരങ്ങ് കളിപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്നൊരു സുഖമുണ്ടല്ലോ, അതെനിക്ക് നിന്നോട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ശരത്തെ. നീ എന്തു തന്നെ പറഞ്ഞാലും ഞാൻ ഇതിൽ നിന്നും പിന്നോട്ട് ചലിക്കില്ല. ആരെതിർത്താലും ഈ കല്യാണ മണ്ഡപം വരെ എത്തും. അഥവാ സത്യപ്രതാപൻ ഇതിൽ നിന്നും പിന്തിരിയുകയാണെങ്കിൽ ചിലങ്ക വാശി പിടിക്കും. അതിനുള്ള വെള്ളവും വളവും എല്ലാം ഞാൻ ടൈമിംഗ് അനുസരിച്ച് കൊടുക്കുന്നുണ്ട്. പുച്ഛം നിറഞ്ഞ മുഖഭാവത്തോടെ പറയുന്നവനെ നോക്കിയിരുന്നു പോയി ശരത്ചന്ദ്രൻ. ഉറച്ച തീരുമാനമാണ് നിൻ്റെതെങ്കിൽ ഞാൻ ഇതിൽ നിന്നും പിന്മാറുകയാണ്. ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തുകൊണ്ട് മറ്റൊരു പെൺകുട്ടിയോടൊത്ത് നിനക്ക് സന്തോഷമായി ജീവിക്കാൻ കഴിയുമോ? എൻ്റെ മുന്നിൽ എൻ്റെ ജീവിതം മാത്രമേ ഉള്ളൂ. അതിന് മാത്രമേ ഞാൻ പ്രാധാന്യം കൊടുത്തിട്ടുള്ളൂ. എൻ്റെ ജീവിതത്തിലെ സന്തോഷം നേടിയെടുക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ ജീവിതം ബലിയാടാക്കുമെന്ന് എനിക്ക് വിഷമം തോന്നുന്നില്ല. ഒന്നാമത് ഞാൻ ആ പെൺകുട്ടിയോട് മോശമായ രീതിയിൽ ഒന്നും പെരുമാറിയിട്ടില്ല. അവളെ വിവാഹം കഴിച്ച് ചതിക്കാനും ഉദ്ദേശിക്കുന്നില്ല. വിവാഹ മണ്ഡപം വരെ എത്തുന്ന കല്യാണ മണ്ഡപത്തിൽ വെച്ച് മുടങ്ങുന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ലല്ലോ. കല്യാണം മുടങ്ങുമ്പോൾ ആ സ്പോട്ടിൽ അവളെ കെട്ടാനുള്ള ആളും അവിടെ എത്തും. എനിക്കിനി നിന്നോട് ഒന്നും പറയാനില്ല. എൻ്റെ സുരക്ഷ ഞാൻ നോക്കിക്കോളാം. അത്രയും പറഞ്ഞുകൊണ്ട് വന്നതുപോലെ തന്നെ ശരത്ചന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. നടക്കുന്നതിനിടയിൽ പോക്കറ്റിൽ നിന്നും ഫോണെടുത്ത് അവൻ വിളിക്കുന്നുണ്ടായിരുന്നു. സിദ്ധു, എനിക്ക് നിന്നെ കാണണം. കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയി പറയാനുണ്ട്. ശരത്ചന്ദ്രൻ്റെ സ്വരം അത്രയും എത്തിയപ്പോഴേക്കും സിദ്ധുവിൻ്റെ ഫോണിൽ ദത്തൻ്റെ കോൾ വരുന്നതിൻ്റെ സിഗ്നൽ കണ്ടു. ശരത് സാർ വിളിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ബിസിയാണ്. അല്പം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വിളിക്കാം. മറുപടിക്ക് കാത്തു നിൽക്കാതെ സിദ്ധു കോൾ കട്ടാക്കി. പെട്ടെന്ന് തന്നെ ദത്തിനെ തിരിച്ചു വിളിച്ചു. പറയടാ, നീ ആരുടെ കോളിലായിരുന്നു? ശരത്ത് വിളിച്ചിട്ട് സംസാരിക്കാൻ തുടങ്ങുകയായിരുന്നു. അന്നേരമാ നിൻ്റെ കോൾ വരുന്നത്. അവൻ്റെ കാര്യം പറയാനാ ഞാൻ വിളിക്കുന്നത്. എന്ത് കാര്യം? ശരത് തൻ്റെ അടുത്ത് വന്നതും സംസാരിച്ചതും എല്ലാം ദത്തൻ സിദ്ധുവിനോട് പറഞ്ഞു. സിദ്ധു, നീ അവൻ്റെ വാക്കൊന്നും കേൾക്കണ്ട. നമുക്ക് മുന്നോട്ട് പോകാം. നിനക്ക് ഇത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഒട്ടും പുറകിലേക്ക് പോകില്ല. ദേ, ശരത്ത് എന്നെ വീണ്ടും വിളിക്കുന്നു. നീ വെച്ചോ, ഞാൻ കാര്യങ്ങൾ ഡീൽ ചെയ്തോളാം. അവൻ എന്നെയും വിളിക്കുന്നുണ്ട്. ഇനി നമ്മളെ രണ്ടുപേരെയും നോട്ട് ചെയ്യുകയാണോ? അതെന്തായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. നീ ഫോൺ വെച്ചോ. സിദ്ധു കോൾ കട്ടാക്കിയതിന് ശേഷം ശരത്തിനെ വിളിച്ചു. എന്നാൽ ശരത്ത് ഫോൺ എടുത്തില്ല. സിദ്ധുവിനെ വിളിച്ചത് ഒരിക്കലും അവൻ്റെ സാറല്ലെന്നും വിളിച്ചത് ദത്തനാണെന്നും മനസ്സിലാക്കാൻ ശരത്തിന് അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. തൻ്റെ കോളിനേക്കാൾ പ്രാധാന്യം ദത്തൻ്റെ കോളിനായതുകൊണ്ട് ഇനി അവർക്കിടയിൽ തൻ്റെ ആവശ്യമില്ലെന്ന് ശരത്ത് തീരുമാനിച്ചു. രാത്രി ഒരു 11 മണിയായി കാണും. കാർത്തിയുടെ ഫോൺ ബെല്ലടിക്കുമ്പോൾ പരിചയമില്ലാത്ത നമ്പറാണ്. ആരായിരിക്കും ഈ നേരത്തെന്ന ശങ്കയോടെയാണ് അവൻ കോൾ ഓപ്പൺ ചെയ്തത്. ഞാൻ ശരത്ചന്ദ്രനാണ്. എടുത്തപാടെ ശരത്ചന്ദ്രൻ പറഞ്ഞു. പറയൂ, ഘനമാർന്ന സ്വരം. സത്യത്തിൽ ഞാനിതിൽ നിരപരാധിയാണ്. ദത്തൻ അവൻ്റെ സങ്കടം പറഞ്ഞപ്പോൾ ഞാനെൻ്റെ മറ്റൊരു സുഹൃത്തുമായി മുട്ടിച്ചു കൊടുക്കുകയായിരുന്നു. പിന്നീടെല്ലാം അവർ തമ്മിലായിരുന്നു. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആണ് ഈ പ്രശ്നമെന്നത് ഞാൻ കാർത്തിക് പറയുമ്പോഴാണ് അറിയുന്നത്. ഞാൻ ദത്തൻ്റെ അടുത്ത് സംസാരിച്ചു. അവൻ പുറകോട്ടില്ലെന്നാണ് പറയുന്നത്. എനിക്കതിൽ ഒന്നും ചെയ്യാനില്ല. കാർത്തിക്കിന് എന്നോട് വിരോധമൊന്നും തോന്നരുത്, ശരത് താഴ്മയോടെ പറഞ്ഞു. കുറ്റം ചെയ്യുന്നവനും അതിന് കൂട്ടുനിൽക്കുന്നവനും ഒരുപോലെ കുറ്റക്കാരാണ്. എൻ്റെ നിഘണ്ടുവിൽ എല്ലാവർക്കും ശിക്ഷ ഒരുപോലെയാണ്. കാർത്തിയുടെ വാക്കുകളിൽ മയമില്ലായിരുന്നു. ഞാൻ പരമാവധി അവനെ മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ്. അപ്പോൾ
കുറ്റം ദത്തൻ്റെയും ആ കൂട്ടുകാരൻ്റെയും കയ്യിലാണെന്ന് വക്കീലിന് ഉറപ്പുണ്ടല്ലേ? അതെ. ഉറപ്പുണ്ടെങ്കിൽ വക്കീലിനെ ഞാൻ കുറ്റക്കാരിൽ നിന്നും മുക്തനാക്കാം. ഓൺ കണ്ടീഷൻ. സമ്മതമാണോ? കാര്യം പറയാതെ. പറയാം. ഇന്ന് രാത്രി മുഴുവൻ ആലോചിച്ച് നാളെ രാവിലെ മറുപടി പറഞ്ഞാൽ മതി. ഓക്കെ, കാര്യം പറയൂ. ശരത് ചന്ദ്രൻ നാളെ രാവിലെ തന്നെ മേഘ ഗ്രൂപ്പിൻ്റെ ലീഗൽ അഡ്വൈസർ തസ്തിക രാജിവെക്കണം. എന്നിട്ട് തിരുവനന്തപുരം ഗ്രൂപ്പിൻ്റെ അഡ്വൈസറായി ചാർജ് എടുക്കണം. സാർ, അത് ഞാൻ നിർബന്ധിക്കില്ല. എല്ലാം ശരത് ചന്ദ്രൻ്റെ ഇഷ്ടം. എൻ്റെ വാക്കുകൾക്ക് മാറ്റമില്ല. നീയൊക്കെ മനസ്സിൽ കാണുന്നതിനും അപ്പുറമായിരിക്കും ഞാൻ തരുന്ന ശിക്ഷ. താങ്ങാൻ കഴിയുമെങ്കിൽ മുന്നോട്ട് പോകാം. ഗുഡ് നൈറ്റ് മിസ്റ്റർ ശരത് ചന്ദ്രൻ. കാർത്തി ഓഫ് ചെയ്യാൻ തുടങ്ങിയതും അപ്പുറത്ത് ശരത്ചന്ദ്രൻ്റെ ശബ്ദമെത്തി. വക്കല്ലേ സാറേ, വക്കല്ലേ, ഞാൻ പറയട്ടെ. ഈ പ്രശ്നത്തിന് ഞാനൊരു നിമിത്തമായി എന്നത് സത്യമാണ്. എൻ്റെ കഴിവിൻ്റെ പരമാവധി കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറല്ല. ഞാൻ മേഘ ഗ്രൂപ്പിൻ്റെ ലീഗൽ അഡ്വൈസർ സ്ഥാനം രാജിവെക്കുന്നു. പകരം തിരുവനന്തപുരം ഗ്രൂപ്പിൻ്റെ ലീഗൽ അഡ്വൈസർ സ്ഥാനം സ്വീകരിക്കുന്നു. ഗുഡ്. നാളെ റിസൈൻ ചെയ്തതിന് ശേഷം എന്നെ വിളിക്കൂ. ഗുഡ് നൈറ്റ്. ഫോൺ വെച്ചതിന് ശേഷം കാർത്തി ബദ്രിയെ വിളിച്ചു. നാളെ നീ കുഞ്ഞോളയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഉണ്ട്. എങ്കിൽ നമുക്ക് രാവിലെ തന്നെ കുറ്റിപ്പുറത്ത് പോയി ഭരതേട്ടനെ കാണണം. കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ നല്ല മാറ്റമുണ്ട്. എന്നെ കാണണമെന്ന് പറഞ്ഞെന്ന് ചെല്ലയ്യ പറഞ്ഞു. ഞാൻ വരാം. ഓക്കെ. സ്വസ്ഥതയില്ലാത്ത മനസ്സുമായി ഉറങ്ങാൻ കിടന്നതുകൊണ്ടാകാം ഉറക്കത്തിൻ്റെ കണിക പോലും അവനിൽ നിന്നും വന്നു ചേരാതിരുന്നത്. രാവിലെ ബദ്രി നദിയെയും കൂട്ടി തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു. ഇന്ന് അമ്മാമ്മയോട് കോളേജിൽ കൊണ്ടുവിടാൻ പറയണം. ഞാനും കാർത്തിയും കൂടി ഒരു സ്ഥലം വരെ പോവാണ്. വരാൻ വൈകും. അവനത് പറഞ്ഞപ്പോൾ അവളുടെ മനസ്സിൽ പെട്ടെന്നൊരു തീരുമാനമുണ്ടായി. സാർ, ഞാനിന്ന് കോളേജിലും ഓഫീസിലും പോകുന്നില്ല. എനിക്കിന്നത്തെ ദിവസം ഫുള്ളും മാസ്റ്ററുടെ കൂടെ ഇരിക്കണം. അവളുടെ ഉള്ളിലെ ലക്ഷ്യത്തെ അറിയാത്തവൻ അതൊരു നല്ല കാര്യമാണല്ലോ എന്ന് കരുതി സ്നേഹത്തോടെ സമ്മതം കൊടുത്തു. തുടരും കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം.